എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം ദുൽഖറിന്റെ പടത്തിന് വേണ്ടിട്ട്. അതിനെ കുറിച്ചിട്ട് നിലവിൽ എന്തെങ്കിലും അതിന് ഔട്ട് വന്നിട്ട് ഒരു ആക്ഷൻ ഒക്കെ ഓറിയന്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കൊത്തക്ക് ശേഷം വരുന്ന ഒരു മാസ ഐറ്റാന്ന് പറയുന്നുണ്ട്. നിലവിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാണ് റിപ്പോർട്ട് കേൾക്കുന്നത്. അങ്ങനെയാണോ? ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല ഇതുവരെ, തുടങ്ങാൻ പോകുന്നുള്ളൂ. അത് ആ പടം തന്നെയാണ് ഈ എന്താണ് ദുൽഖർ പെപ്പ ഒന്നിക്കുന്ന എന്തായാലും എക്സൈറ്റഡ് ആണ് പടത്തില്. ദുൽഖർ ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടമാണ്. നല്ല തിയേറ്ററിക്കൽ മൂവി ആയിരിക്കും. നിങ്ങൾ കണ്ടിട്ട് പറയാം. ജോണർ എന്താണ്? ആക്ഷനാണ്, ത്രില്ലറാണ്, എന്താണ്? ഇതൊരു കുറച്ചധികം ജോണർ മിക്സ് ആയിട്ടുള്ള പടമാണ്. നിങ്ങൾ കണ്ട് തന്നെ അപ്ഡേറ്റ് അറിയിക്കാം. സ്പോർട്സ് ടൈപ്പാന്നൊക്കെ എവിടെ കേട്ട് സ്പോർട്സ് നിങ്ങൾ കാണാൻ അറിയിക്കാം. ഓക്കെ താങ്ക് യു. ഷൂട്ടിംഗ് എന്താ സ്റ്റാർട്ട് ചെയ്യണം? അതെന്തായാലും ഈ മാസം ലാസ്റ്റ്. ഓക്കെ ശരി, ഓക്കെ താങ്ക് യു ട്ടോ. ഇപ്പൊ കറന്റ്ലി റിവീൽ ചെയ്തല്ലാണ്ട് കുറെ ആൾക്കാരെ റിവീൽ ചെയ്തല്ലോ. അപ്പൊ അതല്ലാണ്ട് ഇനി എക്സ്ക്ലൂസീവ് ആയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ട്? നല്ല കുറച്ച് ആൾക്കാർ കൂടെ വരാനുണ്ട്. ഷൂട്ട് പോകുന്നതനുസരിച്ച് അപ്ഡേറ്റുകൾ. ഡിക്യു ജോയിൻ ആയ കാണുമ്പോ കയ്യിലൊരു ബോൾ ഉണ്ടായിരുന്നു പോസ്റ്ററിൽ. അത് സ്പോർട്സ് പരിപാടികളുണ്ട്. സ്പോർട്സ് ത്രില്ലർ, ഒരു ഡ്രാമ ജോണറല്ല, ഞാൻ കുറച്ച് മിക്സഡ് ജോണർ വരുന്ന പരിപാടിയാണ്. വരും, അതിന്റെ അപ്ഡേറ്റുകളെല്ലാം വരും. എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാനുള്ള അനുവാദമില്ല. അല്ല, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ കുറെ ആൾക്കാർ മിസ്കിൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ തമിഴിന്ന് കുറെ ആർട്ടിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ വൈഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചാണോ ഇങ്ങനെ രീതിയിൽ കാസ്റ്റ് ചെയ്തത്? കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കഥ ഡിമാൻഡ് ചെയ്ത അങ്ങനത്തെ. ഇപ്പൊ RDXന് ശേഷം ഒരു നിഹാസ് ഹിദായത്തിന് ഒരു ഭയങ്കര പ്രഷറായിട്ട് തോന്നുന്നുണ്ടോ? ഹാപ്പിയാണ്. മലയാളത്തിലോട്ട് തിയേറ്റർ കത്തിക്കുക. ദുൽഖറിനെ പോലത്തെ ഒരു താരത്തെ മലയാളികൾക്ക് കൊണ്ടുവരുമ്പോ ആ രീതിയിലുള്ള ഒരു മാസ് എലമെന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കും. എനിക്കും അതേപോലെ ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഷോർട്ട് ടൈം കരാട്ടെക്കൂട്ട്. ഓക്കെ, അത് ഇപ്പൊ പെപ്പയ്ക്കും എന്താണ് രണ്ട് ഈക്വൽ റോളാണ്. ഡിക്യുവിനും പെപ്പയ്ക്കും ഈക്വൽ റോൾ ആയിട്ടാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് റോളാണ്. ഓക്കെ ഇത് റിവീൽ ചെയ്യാത്ത ഒരുപാട് കാസ്റ്റിംഗ് നിലവിലുണ്ട്. ഇപ്പൊ SJ സൂര്യ എന്നുള്ള കാസ്റ്റിംഗ് ഉണ്ടോ? ട്രിവാൻഡ്രത്തായിരുന്നില്ല? ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് മൊത്തം കഴിഞ്ഞാ? എത്ര ഷെഡ്യൂൾ ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അടുത്തൊരു ഷെഡ്യൂൾ. ഓക്കെ, പൊളിക്കും. 10-12 ദിവസം ഹൈദരാബാദ് കഴിഞ്ഞു. ഇതിനൂടെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ സിനിമയിൽ കോമ്പിനേഷൻ ഉണ്ടോ എന്ന് അറിയില്ല എനിക്ക്. ഞാൻ പെപ്പയുടെ അമ്മയാണ്. പെപ്പയുടെ ലുക്ക് കണ്ടിട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ്. ചെറിയ കോളേജ് പിള്ളേരെ പോലെ പറഞ്ഞല്ലേ? ചെറിയ പയ്യനെ പെപ്പയുടെ അമ്മയായിട്ട് ഇതുവരെ കുറച്ചുകൂടി ചെറുതായിരിക്കുമ്പോഴുള്ള പെപ്പെ കളി പഠിപ്പിക്കുന്ന സ്റ്റേജ് പടം ഇറ്റടിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞേ. അല്ല, വലിയ താരങ്ങളൊക്കെയാണ് വന്നോണ്ടിരിക്കണേ. ഇപ്പൊ പലരും മിസ്കിൻ സാറുണ്ട്, തമിഴിന്ന് കുറെ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ? ഞാൻ അങ്ങനെ സെറ്റിലുണ്ടാക്കിയ ട്രിവാൻഡ്രത്ത് ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്നവരെയൊക്കെ കണ്ടു. ആരാ മിസ്കിൻ സാർ ഉണ്ടായിരുന്നു അവിടെ? എനിക്ക് അങ്ങനെ ആരുടെ പേരൊന്നും അറിയില്ല. എല്ലാരെയും കാണും, പലരും പറയും. അത്ര മഴയായിരുന്നു എന്റെ സമയത്ത്. അല്ല, അതുകൊണ്ടാ ബ്രേക്ക് ചെയ്തിട്ട് ഹൈദരാബാദ് ആക്കിയത്. ഹൈദരാബാദിനെ കഴിഞ്ഞു. ക്രിക്കറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു? ക്രിക്കറ്റ് കളി കണ്ടു. മഴയെക്കാളും എല്ലാം ചെയ്തത്. അപ്പൊ കാരണം വരുമ്പോ അറിയാം എന്തായിരിക്കും
കോലം ദുൽഖർ വേറൊരു ഗെറ്റപ്പിലാന്നൊക്കെ പറയുന്നുണ്ട്, സത്യമാണോ? ദുൽഖറേ ദുൽഖറിനെ കണ്ടില്ല. ഞങ്ങളുടെ ഷൂട്ട് എവിടെയായിരുന്നു? ദുൽഖർ എന്നാ ജോയിൻ ചെയ്യാന്നറിയോ? അറിയത്തില്ല. ഇങ്ങനത്തെ ഷെഡ്യൂളായിരുന്നു. ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടായിരുന്നോ? എത്ര? 4 ദിവസം 4 ദിവസം ഇനിയുണ്ട്. റിലീസ് എപ്പോഴാണെന്ന് പറഞ്ഞു, ഡിസംബറിലായിരിക്കും പറയണ്ടേ? ഒന്നും അറിയില്ല. പറയുന്നില്ല. ഇനി എവിടെ ഷൂട്ടിംഗ് പറഞ്ഞിട്ടുള്ളത്? എവിടെ? ഇനി ട്രിവാൻഡ്രത്താണ്. അപ്പൊ ഹൈദരാബാദ് കഴിഞ്ഞ് ഇനി ട്രിവാൻഡ്രത്തേക്കാണ് ലൊക്കേഷൻ മാറുന്നത്. ഗംഭീര പ്രൊജക്ടിന്റെ ഭാഗമാണ്. എന്ന് പറയുമ്പോ വലിയ പ്രൊജക്ട് അല്ലേ? അതില് കൊറേ ഇതല്ലാണ്ട് കൊറേ ആൾക്കാർ വരുന്നുണ്ട്. എസ് സൂര്യൊക്കെ തമിഴിൽ നിന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒന്നും പറയില്ല. ഞാനും ഈ പോസ്റ്ററുകൾ കണ്ടിട്ടുള്ള എല്ലാ ആവേശം കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു വലിയ ഹിറ്റ് ആയിരിക്കില്ലേ? ആഭ്യന്തര കുറ്റവാളികൾ ആ മൂടേ ഇത് കണ്ടില്ലേ? വ്യസന സമേതം അല്ല, അതൊക്കെ കുടുംബ ഇതാണല്ലോ. ഇത് വേറെ തരത്തിലുള്ള മാസ് പടമാണല്ലോ. ദുൽഖറിന്റെ കൂടാതെ വലിയ പ്രൊജക്ട് എന്ന് പറയുമ്പോ കൊറേ കാലത്തിന് ശേഷം വീണ്ടും ദുൽഖർ മലയാളത്തേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ ആ രീതിയിലൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. വരട്ടെ, നന്നാവട്ടെ, വലിയ ഹിറ്റ് ആവട്ടെ. അല്ല, അതിന് ഭാഗമാവാൻ പറ്റിയത് എനിക്ക് വലിയ നഹാസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന? അതായത് മീഡിയക്കാരിങ്ങനെ വന്ന് ചോദിക്കും. ഭയങ്കര രസമായിരുന്നു ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഫിലിം എല്ലാരുമേ വെയിറ്റ് പാൻ ഇന്ത്യ ലെവലിൽ വെയിറ്റ് പണ്ണ ഫിലിം ഗെയിം. ഐ എം ഗെയിം നിലവിലെ അപ്ഡേഷൻ എത്ര ഷെഡ്യൂൾ ആയിച്ച്? ഷെഡ്യൂൾ അപ്ഡേറ്റ് ജസ്റ്റ് ഷെഡ്യൂൾ. ഹൈദരാബാദ് പോർഷൻ കംപ്ലീറ്റ് ആയി. സ്റ്റിൽ ഷൂട്ടിംഗ് നടന്നത്. പെപ്പെ കൂടെ കോമ്പിനേഷൻ. எல்லாமே எனக்கு நஹாஸ் ப்ரோன டைரக்டா தெரியும். நஹாஸ் ப்ரோ என்கிட்ட சொன்னேன். நான் சொல்ல முடியாது. ஓகே ஓகே. நெக்ஸ்ட் கொச்சியில துல்கர் വരുന്ന என்கிட்ட நேரட்டா பேசுது. அப்படி எனக்கு தெரியாது. ஆனா இது இவ்வளவு டீடைல் எனக்கு தெரியாது. அது இல்லாம நான் வந்து தெரிஞ்சாலும் சொல்லக்கூடாது, தப்பா நினைச்சுக்காதீங்க. பிகாஸ் அந்த டீமோட அப்டேட் இது கொடுக்கிறது தான் கரெக்ட். ഓക്കെ. അല്ല, ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഫസ്റ്റ് இந்த ഗെയിമിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എക്സൈറ്റ്മെന്റ് ദുൽഖർ அதுதானே എക്സൈറ്റ്മെന്റ് അതോ സ്ക്രിപ്റ്റാ? நஹாஸோட ஸ்கிரிப்ட், நஹாஸோட கிளாரிட்டி, அந்த வேர்ல்ட் பிஹைண்ட் ஐ எம் கேம் எல்லாமே வெரி வெரி ரிலேட்டபிள். ஐ ரியலி லவ் டு பி நஹாஸ். நஹாஸ் டைரக்ஷன் ரொம்ப காமா கூலா எல்லாருமே அப்படியே சொல்றாங்க. one gem and one of the favorite person na Nahas, and very cool director, very cool guy, and nalla clarity and the way he make, and RJ I really love, and theater la poi paathen. So Nahas and Jimshika ella team എല്ലാമേ അടിപൊളി. ഞാൻ അടുത്ത് എന്താണ് കൊച്ചിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യണത്? അല്ല, ജസ്റ്റ് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. ദുൽഖർ ജോയിൻ ചെയ്യണത് കൊച്ചിയിൽ. നെക്സ്റ്റ് വീക്ക് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യും, ജോയിൻ ചെയ്യും. ഇപ്പോൾ ട്രിവാൻഡ്രം കഴിഞ്ഞ്, ട്രിവാൻഡ്രത്ത് ഷൂട്ട് കഴിഞ്ഞ് കൊച്ചിയിൽ. ഇനി അത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇനി ട്രിവാൻഡ്രത്തോട്ട് കുറച്ച് ഹൈദരാബാദുണ്ട്, കുറച്ച് ചെന്നൈയിലുണ്ട്, ഇനിയുണ്ട് കുറച്ച് വലിയ. ഈ പടക്കലത്തിൽ ചെറിയൊരു പോർഷനിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഐ എം ഗെയിമിൽ ഡയറക്ഷൻ ചെയ്യണം. RDXൽ ചെറിയ പോർഷനിൽ വന്നിട്ടുണ്ട്. അതേപോലെ അത് സുഹൃത്ത് ഡയറക്ടറായിട്ട് ഞാനതിൽ വന്നതാണ്. ഇപ്പൊ ഡയറക്ഷനിൽ തന്നെയാണ്. ഒരൊറ്റ കാര്യം റിവീൽ ചെയ്ത് എത്ര ഫൈറ്റ്, എത്ര സോങ് ഉണ്ടാവും? എത്ര സോങ് ഉണ്ടാവും? എത്ര സോങ് ഉണ്ട്? എല്ലാം ഉണ്ട്, പരിപാടികളെല്ലാം ഉണ്ട്. വരും, അപ്ഡേറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അത്രേ റിവീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പച്ച ബൈക്കിലാണോ വന്നേ? പച്ച ബൈക്കിലാണോ വന്നേ? ഹാപ്പിയാണോ? അഡ്വാൻസ് പോലെ 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 I am game team. ദുൽഖറായിട്ട് ഫൈറ്റ് ഉണ്ടാവും. ദുൽഖറായിട്ടില്ലേ ഫൈറ്റ് ഉണ്ടാവുമെന്ന്? One fight. Oh!
അപ്പോൾ മലയാളികൾ കാത്തിരിക്കുന്ന 2 വലിയ ഫിലിമിന്റെ ഭാഗമാണ്. എന്താണ് അതിനെ കൂടി അപ്ഡേഷൻ? ഐ ആം ഗെയിം, അതേപോലെ തന്നെ കാട്ടാളൻ. എന്റെ ദൈവം ഞാൻ എന്താ അല്ല നീ ഇവിടെ വന്നോ? അല്ല ഐ ആം ഗെയിം ഷൂട്ടിംഗ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, നൈസായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ എത്ര ദിവസമായിട്ട് ഷൂട്ടിംഗ്? 82 ദിവസം ഉണ്ടായി. ഇനി എത്ര ദിവസം ഉണ്ട്? ഇനി ഉണ്ടാവും, കുറച്ച് ദിവസം ഉണ്ടാവും. കണക്ക് പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാവട്ടെ. അല്ല നഹാസ് ഞാൻ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ആം ഗെയിം ഒരു ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെനിക്കറിയില്ലല്ലോ. ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു. ആണോ? ഞാനൊന്ന് ചോദിച്ചു. സത്യമായിട്ടും പറഞ്ഞു ഞങ്ങൾക്ക് സത്യം പറഞ്ഞു, നേരിട്ട് പറഞ്ഞു. അപ്പൊ അറിയില്ലല്ലോ ഫാന്റസി എലമെന്റ് എനിക്കറിയില്ലല്ലോ. ഫാന്റസി പറഞ്ഞു, ഞങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അങ്ങനെ ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടോ? അത് നിന്നെ പറ്റിച്ചതായിരിക്കും. ശരിക്കും ഫുട്ബോൾ ബേസ് ചെയ്തിട്ടാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളോട്. ബോക്സിംഗ് കണ്ട ഓരോരുത്തരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പടം അല്ല എങ്ങനെ ഇപ്പൊ ഇനി എത്ര ഷെഡ്യൂൾ ഉണ്ട് ബാക്കി? നടന്നുകൊണ്ടിരിക്കും, കുറച്ച് ദിവസം കൂടി ഉണ്ട്. ഷെഡ്യൂൾ ചെയ്തേക്കാം. ഇപ്പൊ കാട്ടാളിന്റെ എങ്ങനെയാണോ? കാട്ടാളൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫൈറ്റ് തന്നെയാണ് കാട്ടാളിന് ഒരു അല്ലല്ല, അങ്ങനെ ഫൈറ്റ് ഒന്നും മാത്രം പറയാൻ പറ്റില്ല. കഥയൊക്കെ ഉണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു ആക്സിഡന്റ് പറ്റി. ഇല്ല, റിക്കവറി നടന്നില്ല. എൽബോ ഷോൾഡർ ഇപ്പൊ ബ്രേക്ക് ചെയ്ത്, ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്ത്. ഞെട്ടിക്കോ കാട്ടാളെ? എന്റെ കളി അതൊക്കെ ഫൈനലി തിയേറ്ററിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ്ടേ? ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ഐ ആം ഗെയിമില് ദുൽഖർ പെപ്പെ കോമ്പിനേഷനിൽ ഗംഭീര ഫൈറ്റ് കാണാൻ പറ്റുമോ? ചെലപ്പോ ഉണ്ടാവും. നിന്നെ ഞാൻ മിക്കവാറും അല്ല ഐ ആം ഗെയിമിൽ എത്ര ഫൈറ്റ് ഉണ്ട്? എടാ അത് മാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചോ. ഇപ്പൊ ദുൽഖറിന്റെ പോർഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിക്യുന്റെയും എന്റെ ഉണ്ടായിരുന്നു, രണ്ടുപേരും നടക്കുന്നുണ്ട്. കോമ്പിനേഷൻ സീനൊക്കെ കഴിഞ്ഞ? കോമ്പിനേഷനൊക്കെ നടക്കുന്നുണ്ട്. ആദ്യമായിട്ടില്ലേ ദുൽഖറിനായിട്ട് വരുന്നത്? അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിൽ പോയപ്പോ? ദുൽഖർ എങ്ങനെ ആദ്യമായിട്ടല്ലേ ദുൽഖറിന്റെ ഒരു പ്രൊജക്റ്റിൽ ഭാഗമാണത്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. കൂടുതലൊന്നും പറയരുത് പറഞ്ഞിട്ട് ഹാസ്ബ്രോ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പരിപാടികളല്ലേ, അപ്പൊ നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്നത്തേക്ക് റിലീസ് പ്ലാൻ ചെയ്യുന്നത് അറിയോ? അത് നീ ഡിക്യൂന്റെ അടുത്ത് ചോദിച്ചു നോക്കി. എനിക്കറിയില്ല, ഡിക്യൂല പ്രൊഡ്യൂസർ. നിങ്ങൾ കുറച്ച് സമയം കൂടാ തീരാനെ കുറച്ച് സമയം. ഓക്കെ, അപ്പൊ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, പൊളിക്കട്ടെ എന്തായാലും. ഓക്കെടാ, താങ്ക് യു സോ മച്ച്. പോയി തരുള്ളൂ. ഇനി മലയാളികൾ, ലോകമെമ്പാടുള്ള മലയാളികൾ കാത്തിരിക്കുന്ന ഫിലിമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഐ ആം ഗെയിമിന്റെ അപ്ഡേഷൻ എന്തായി നിലവിൽ? ദുൽഖർ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഷൂട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു 50% മുകളിൽ കഴിഞ്ഞു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു സ്റ്റാർട്ട്. എനിക്കൊന്ന് ഈ ഇയർ എൻഡ് ആവും കഴിയാൻ വേണ്ടിയിട്ട്. ആലുവയിലാണ്? കൊച്ചിയിലാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഈ ഷെഡ്യൂൾ കഴിഞ്ഞാൽ നേരെ ഹൈദരാബാദ്? ഇവിടുത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഹൈദരാബാദും ചെന്നൈയിലും ഓരോ ചെറിയ ഷെഡ്യൂളുണ്ട്. ഈ പെപ്പയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ കുറച്ച് അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായി എന്തെങ്കിലുമൊക്കെ ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ വരുന്നു. എല്ലാം ഒന്നും ആയിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വിടാൻ കൊടുത്തിട്ടാണ്. എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് പിന്നെ ടൈമുണ്ട്. ഇപ്പോഴേ തുടങ്ങണ്ടെന്ന് കൊടുത്തിട്ടാണ് പറഞ്ഞത്. റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂലില്ലേ മിസ്കിൻ സാർ ഒരു കാര്യം പറയണം, ഭയങ്കര കൊടൂരമായ വില്ലനെയാണ്, അങ്ങനെയാണ് ആ രീതിയിലാണ് പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ കാണുന്നില്ല, തിയേറ്ററിൽ വന്ന് കണ്ട എക്സ്പീരിയൻസ്. ട്രെയിലർ ടീസറൊക്കെ പ്രതീക്ഷിക്കുക? ഇല്ല, ഉടനെ ഇല്ല. എല്ലാം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നില്ല. അതായത് 50% ആയതേ ഉള്ളൂ ഷൂട്ട്. ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്. ഷൂട്ടിനെയും കുറേ ഉണ്ട്. എല്ലാം ഷൂട്ടിന് ശേഷമേ ഉള്ളൂ ബാക്കി അപ്ഡേറ്റ്സുകളെല്ലാം പുറത്ത് വരുന്നത്. എന്നത്തേക്കാ റിലീസ് പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ചെയ്തിട്ടില്ല ആക്ച്വലി. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പ്ലാനിലേക്കൊക്കെ പോകുന്നുണ്ട്. ഗസ്റ്റ് റോളിൽ നമുക്ക് ആരെങ്കിലും പ്രതീക്ഷിക്കാം? അല്ല, ഒരുപാട് ക്യാമ്യൂസ് ഇങ്ങനെ റൂമേഴ്സ് ഭയങ്കര സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സൂര്യ ഉണ്ട് എന്നാണ് നിലവിലുള്ള ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. റൂമേഴ്സായിട്ട് തന്നെ നിൽക്കട്ടെ, വരട്ടെ. അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ വരാം. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ എനിക്ക് ഇത്ര വിടാൻ പറ്റത്തുള്ളതാണ്. എനിക്ക് അധികം ഡീറ്റെയിൽ എനിക്കിപ്പോൾ വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമല്ലേ. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോണർ ഉണ്ട് സംഭവം? കാരണം
സ്പോർട്സ് ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്നതൊക്കെയാണ്. കുറച്ച് ഫാൻറ്റസി എലമെന്റ്സ് ഉണ്ട്. ഫാന്റസി എല്ലാം കൂടെ അതെല്ലാം കൂടെ ചേർന്നൊരു പടമാണ്. തിയേറ്ററിലേക്ക് ഒന്ന് കാണുക. ഫാന്റസി ടൈം ട്രാവലർ ഇപ്പൊ അതാണ് ഇപ്പൊ ട്രെൻഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്ര ഇൻഫർമേഷൻ പറഞ്ഞു. ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി എൻ്റെ ഒരു ടൈം താ. ഈ കഥാപാത്രം കേന്ദ്രമായിട്ട് രണ്ടാമത്തെ പടമല്ലേ ഇതിന്റെ കാരണം എന്താണ്? എന്തൊക്കെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, അപ്ഡേറ്റ്സ് ഇത്രേ ഉള്ളൂ. എനിക്ക് തരാൻ പറ്റുന്ന അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ബാക്കി സ്റ്റേഡിയത്തിലെ ഷൂട്ട് കഴിഞ്ഞു, സ്റ്റേഡിയത്തിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കൊച്ചി ചെന്നൈയിലായിട്ടുള്ളതാണ്. ബാക്കി കൊച്ചി ചെന്നൈ ഹൈദരാബാദായിട്ട് 3 ഷെഡ്യൂളുകളുണ്ട്. സ്പോർട്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ആണോ? ക്രിക്കറ്റ് ബേസ്. ക്രിക്കറ്റിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട്. ഗ്യാംബ്ലിങ്ങിൻ്റെ നിങ്ങളെ കേട്ടൊക്കെ തന്നെ ഗ്യാംബ്ലിങ്ങിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ട്. എല്ലാം കൂടെ ചേർന്നാണ്. നമുക്ക് കാണാൻ പറ്റുമോ കോമ്പിനേഷൻ സീനിക്ക് പെപ്പെ ദുൽഖർ കോമ്പിനേഷൻ അതൊന്ന് പറയാൻ പറ്റുമോ? അല്ല അത് ഇപ്പോൾ പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഹാസ്ബ്രോ വന്നിട്ടുണ്ടായിരുന്നു, അയാൾക്കതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്രതീക്ഷ. അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. കണ്ട ഫുട്ടേജ് ഒക്കെ അടിപൊളിയാണ്. ഇനി അത് വരട്ടെ. അത് ഇനി അതിൻ്റെ പണിപ്പറയിലോട്ടാണ് കയറാൻ പോകുന്നത്. ഐ എം ഗെയിമിന്റെ സോങ് കമ്പോസിംഗ് ആണ് ഇനി അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇരിക്കാൻ പോകുന്നത്. മലയാളികളുടെ പ്രിൻസ് ആണ് നമ്മുടെ ദുൽഖർ സൽമാൻ. അപ്പൊ ദുൽഖർ സൽമാന്റെ ഒരു എൻട്രിക്ക് ജയ്സ് വിജോയുടെ എത്ര പടമായി ദുൽഖറിന്റെ കൂടെ ചുമ്മാ വിടുക നമ്മള് കത്തിക്കും. അതും പിന്നെ നഹാസിന്റെ കയ്യില് ഐ എം ഗെയിം ഭദ്രമാണ്. പിന്നെ ഞാനിപ്പോ DQന്റെ കാന്ത എന്ന് പറഞ്ഞ പടം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നു. DQ എന്ന പെർഫോമർ അവിടെ കാണാൻ പറ്റി. ഇനി ഇതിൽ DQന്റെ ഒരു മാസ് അവതാരമായിരിക്കും. അപ്പൊ ആൾക്കാർക്ക് ഓഡിയൻസിന് എന്ത് വേണോ അത് നമ്മൾ കൊടുക്കും. അതെന്റെ കോൺഫിഡൻസ്. അതൊന്നും ചോദിക്കലടാ, നീ എന്നെ പണി പ്രശ്നമാക്കല്ലേ. ഒന്നും സർപ്രൈസ് ഒന്നും എനിക്കും അറിയില്ല. ബട്ട് കണ്ടെടുത്തോളം അമേസിങ് വിഷ്വൽസ്. നഹാസ് ഒരു കിടിലൻ മേക്കറാണ്. അതിന്റെ അവന് കണ്ടുന്ന എഫേർട്ട് ആ പടത്തിൽ കാണും ഉറപ്പായിട്ട്. ഇനി വേറൊരു കാര്യം കൂടി, എന്തെങ്കിലും അപ്ഡേഷൻ? ഷൂട്ട് നടക്കുന്നു. അതായത് അപ്ഡേഷൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയർ റിലീസ് പരിപാടികളൊക്കെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. ഓൾറെഡി അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ലുലുവിൽ വെച്ചിട്ട്. ചെയ്തു ഇല്ല അത് ഒഫീഷ്യലി പറയാനൊന്നും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഇയർ ആണ്. ഏപ്രിലാണോ പ്ലാൻ ചെയ്തത്? നടക്കുന്നു. ഷൂട്ട് തീരുന്ന പോലെ ഷൂട്ട് തീരുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലില്ല നടന്നുകൊണ്ടിരിക്കുക. ആളുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് പോകുന്നു. നിലവിലിപ്പോ ഇവിടെ ഉണ്ട്, കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അടുത്ത ലൊക്കേഷൻ ഹൈദരാബാദായിട്ട്. അടുത്ത ഇവിടെ കൊച്ചിയിലെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഹൈദരാബാദിലേക്ക്. ഓക്കെ. അപ്പൊ ഇതിൽ കുറെ താരങ്ങൾ മിസ്കിൻ സാറൊക്കെ ഉണ്ടല്ലോ. മിസ്കിൻ സാറിനെ ഇതിലേക്ക് കൊടുക്കുന്നത് ദുൽഖർ ആയിരുന്നു അതോ ദുൽഖറിന്റെ പ്രൊഡക്ഷനുമായി കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നാണ്. പറയാം നായകന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനിയുണ്ട് കുറച്ചധികം ഉണ്ട്. കുറച്ച് ദിവസം ഉണ്ടാവും. 50 ദിവസത്തിനടുത്തുണ്ടായിരിക്കും. ഓക്കെ. ഹാസ്ബ്രോ തന്നെയാണ് മിസ്കിൻ സാറിനോട് സ്റ്റോറി എക്കോനെ പറ്റി പറയണം. ഗംഭീരം. എക്കോ എല്ലാവരും പോയി കാണാം. താങ്ക് യു സോ മച്ച്. എക്കോ ഗംഭീര സിനിമ. ഓക്കെ. ഐ ആം ഗെയിം അത്ര ഇതായതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ എനിക്കറിയാം. ഞാനും തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനും എന്താണോ ഓഡിയൻസ് ആഗ്രഹിക്കുന്നത്, ഓഡിയൻസ് എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും എല്ലാവരും അതിനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ തന്നെ വരട്ടെ, ഗംഭീരമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. ഞാൻ പണിയെടുക്കുന്നുണ്ട്, എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. നോക്കാം. ഒരു എസ്സോറിനെ ക്വസ്റ്റ്യൻ മതി. അതായത് ഈ RDXന്റെ ടൈമിലാണ് ഐ ആം ഗെയിം ദുൽഖറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ നിലവിൽ ഈ ഐ ആം ഗെയിം കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് നിലവിൽ പ്ലാനിലുണ്ടോ? എസ്സോറിനെ പറഞ്ഞാൽ ഇല്ല, ഇപ്പൊ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഐ എം ഗെയിം തന്നെയുള്ള പ്ലാൻ കഴിഞ്ഞിട്ടുള്ള അതിലേക്ക്. ഓക്കെ. ഈ ദുൽഖർ അഭിനയിക്കുന്ന മിക്ക പടങ്ങളുടെ കഥ മമ്മൂക്കൊക്കെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ മമ്മൂക്കയുടെ സാന്നിധ്യത്തിലാണോ ഐ ആം ഗെയിമിന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എല്ലാം അറിയാതിരിക്കുമല്ലോ. ഇതിപ്പോ അല്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇന്റർവ്യൂ സമയത്തേക്ക് പറയാം. പടം കഴിയുന്ന സമയത്തേക്ക് ഞാൻ പറയാം. ഇത് കഴിഞ്ഞ് എന്തെങ്കിലും വിശേഷമൊക്കെ വേണ്ടേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. പൊളിക്കട്ടാ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ ആം ഗെയിം എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമ, പിന്നെ ഗിരീഷ് നിവിൻ പോളിയും സംയുക്ത പടത്തേക്കുണ്ട്. ഈ പയാം ഗെയിമിൽ ഞാൻ കണ്ടപ്പോൾ ചോദിക്കാൻ അന്ന് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. എന്താണ് ക്രിസ്മസിന് ഗിഫ്റ്റ് തന്നിട്ട് എന്താണ് ഗിഫ്റ്റ് എന്താ തന്നത്? എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ ആ ഗെയിം. ഭയങ്കര മലയാളത്തില് ഇപ്പോൾ ദുൽഖറിന്റെ ഒരു 2 വർഷത്തിന് ശേഷം ഒരു മലയാള ചിത്രമായിട്ടാണ് വരുന്നത്. എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഭയങ്കര എക്സൈറ്റ്മെന്റ്. താൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? പിന്നെ വളരെ എല്ലാവരും എക്സൈറ്റഡ്. അതിൽ കൂടുതൽ ഞങ്ങളാണ്. ല്ലാത്ത രീതിയിൽ ചോദിച്ചിട്ട് ഐ ആം ഗെയിമിൽ നിലവിൽ എത്ര ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു? എല്ലാം സ്പോയിലറാ. നമ്പർ ഓഫ് ഡേയ്സ് ആണ് ചോദിച്ചത്. സിനിമയിൽ പുറത്താക്കരുത്. ഇപ്പോൾ അടുത്തൊരു പ്രോജക്റ്റ് ഇതേപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ പ്രോജക്റ്റിൽ ഭാഗമാണല്ലോ ഐ ആം ഗെയിമിനെ കുറിച്ച് ചോദിക്കണേ. ഹാസിദാത്തിന്റെ പ്രോജക്റ്റ് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്?
ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതും ഈ പറഞ്ഞ പോലെ ഡിജോ ചേട്ടൻ്റെ പടം വരുന്ന പോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ പടം ആണ് എനിക്ക് എന്താ പറയുക, ഞങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവൻ്റെ പടം എന്ന് പറയുമ്പം ഞാനതിൽ അഭിനയിച്ചാൽ പോലും എനിക്ക് അവൻ്റെ പടമായിട്ട് പോയി കാണാനാണ് ഇഷ്ടം. കിടിലം പടമായിരിക്കും, അടിപൊളിയായിരിക്കും. അവർ മലയാളികൾ 3 വർഷത്തോളമായി ദുൽഖറിന്റെ ഒരു മലയാള ചിത്രം റിലീസാവാൻ വേണ്ടി കാത്തുത്തിരിക്കുന്നത്. 2026 കിടക്കുമ്പോൾ ദുൽഖറിന്റെ 3 വർഷത്തിലേക്ക് കിടക്കണത് പുണ്യഫത്തേക്ക് ശേഷം ഇറങ്ങുന്ന ഒരു മലയാള ചിത്രമാണ്. അതിന്റെ എങ്ങനെ ഉണ്ടാവും, ഒരു വലിയ പടം എന്ന രീതിയിൽ വരികയാണ്? എന്ന് വെച്ചാൽ പടത്തിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, പോയി അവൻ എന്നെ കൊല്ലും. പക്ഷേ അവരെല്ലാവരും ഭയങ്കര അതിൻ്റെ സ്റ്റോറി റൈറ്റിംഗ് തൊട്ട് പ്രീ പ്രൊഡക്ഷൻ തൊട്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന തൊട്ട് എല്ലാം ഒരു പക്ക ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നത്. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. മലയാളികൾ ആഗ്രഹിക്കുന്ന ദുൽഖറിനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റൈലിഷ് എന്ന രീതിയിലും ഒരു ഫൈറ്റ്, ഒരു മാസ് അവതാരം. അത് മാത്രമല്ല എല്ലാ രീതിയിലും കാരണം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ആ ടീം ശ്രമിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ ഷൂട്ട് ചെയ്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല തന്നെ ആവും, അടിപൊളിയാവും. അവർ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട്. അതിൽ ഭാഗമല്ലേ പ്രോജക്റ്റിൽ ഭാഗമല്ല ആക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഐഎം ഗെയിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്നുള്ള ആൾ കണ്ടതിൽ സംസാരിക്കണം. ഇല്ല, അങ്ങനെയല്ല. ഞാനൊരു പെർട്ടിക്കുലർ പുള്ളീൻ്റെ ഒരു ഭാഗത്ത് മാത്രം വന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. എത്രത്തോളം ഡേറ്റ്സ് ഉണ്ടായിരുന്നു? എനിക്കൊരു 5 to 6 days ദുൽഖറിനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. സോ ഹാപ്പി. എൻ്റെ രണ്ടാമത്തെ പടമാണ് കൊത്ത കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പടമാണ്. പെപ്പയുടെ കൂടെ കോമ്പിനേഷൻ? ഇല്ല, ഇവിടെ തന്നെ കൊച്ചിയിലാണോ ഹൈദരാബാദാണോ ലൊക്കേഷൻ? എനിക്ക് കൊച്ചി തന്നെയായിരുന്നു. അതെ, അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാന്റസി, ത്രില്ലർ, അങ്ങനെ മിക്സ് ഓഫ് ജോണർ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഒരു ഫ്രഷ് മൈൻഡായിട്ട് തിയേറ്ററിലേക്ക് വരിക. അടുത്ത ഓണത്തിന് അടിപൊളിയായിരിക്കും. നിലവിലത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞോ അതോ ഫൈനൽ ഷെഡ്യൂളിലാണോ? ഇപ്പം പാക്കപ്പ് ആവും. ഇന്നോ ഇന്നലെ പാക്കപ്പ് ആവേണ്ടതാണ്. വിളിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ നാളെ ഈ 3 ദിവസത്തിനുള്ള പാക്കപ്പാണ്, ഫുൾ പാക്കപ്പാണ്. മിസ്കിൻ സാറിന്റെ കൂടെ കോമ്പിനേഷൻ? ഇല്ല, അതൊന്നുമില്ല. ഞാൻ ഇക്കാൻ്റെ കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും സ്ക്രീനിൽ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, പൊളിക്കാം. ഉറപ്പായും ബ്രോ. അപ്പം എന്തായാലും നഹാസ് ഇതായിരുന്ന പ്രോജക്റ്റിൽ ഭാഗം ഐആം ഗെയിമിൽ എന്താ പറയാനുള്ളത്? ഐആം ഗെയിം ഇതുപോലെ തന്നെ കാത്തിരിക്കുന്ന വലിയൊരു സിനിമയാണ്. മോസ്റ്റ് പ്രോബ്ലി ഓണം റിലീസായിരിക്കും. അപ്പോൾ ഷൂട്ട് ലാസ്റ്റ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം തീർന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ടാവും. ഗംഭീരമാവട്ടെ. ടോയിനോടെ കൂടെ കോമ്പിനേഷൻ അല്ല, സോറി, ദുൽഖറിന്റെ കൂടെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. ഇല്ല, ഡിക്യൂനോട് ഞാൻ കോമ്പിനേഷൻ ഇല്ല. വേറൊരു ക്യാരക്ടറാണ് ആന്റണി പെപ്പയുടെ കൂടെ. അതിന് കുറെ അധികം ക്യാമിയോ റോൾസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. ഇതിപ്പോ എല്ലാം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലോ. പടം വരട്ടെ, അപ്ഡേഷൻസ് വരട്ടെ, ഷോ ഹിറ്റായിരിക്കും. മിസ്കിൻ സാറിന്റെ കൂടെ ഒക്കെ കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, പൊളിക്കട്ടെ കേട്ടോ. ഇത് മാത്രമാണ് നിലവിൽ 2 പടമായിട്ട് വേറെ ഏതെങ്കിലും? അടുത്ത കമ്മിറ്റ് ചെയ്തിരിക്കുന്ന തോട്ടം എന്ന് പറഞ്ഞു പെപ്പെ, കീർത്തി സുരേഷ്. വരുന്നതൊക്കെ പാൻ ഇന്ത്യൻ പടങ്ങളാണ്. വലിയ പടം ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ, നല്ല. ഓക്കെ, താങ്ക് യു. വരാനുള്ള പ്രൊജക്ട് ഇപ്പൊ റിലീസ് നമ്മുടെ ഐആം ഗെയിം ഗെയിമിനായിട്ട് നിലവിൽ എന്താ പറയാൻ പറ്റും? ഈ വീട്ടിലല്ലേ? അല്ല, സ്റ്റോറി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡബിങ് ആണ് കഴിഞ്ഞു. ഡബിങ് കഴിഞ്ഞ് ഓണർ റിലീസാണല്ലോ. ഓണർ റിലീസിന് ഒരു എന്താ പറയാ, ഡിക്യൂസ് ഹോം കമ്മിങ്. ഇപ്പോൾ മലയാളികൾ 3 വർഷത്തോളമായി മലയാള സിനിമ ദുൽഖറിന്റെ കണ്ടിട്ട്. അപ്പോൾ ആദ്യം ഇറങ്ങിയത് RDXന്റെ കൂടെ തന്നെ കിങ് ഓഫ് കൊത്ത, അതേ ഡയറക്ടറിന്റെ കൂടെ തന്നെ എന്താണ് ഐആം ഗെയിം വരുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഡിക്യൂവിൻ്റെ കുറേ നാളുകൾക്ക് ശേഷം മലയാളത്തിലൊരു സിനിമ ഇറങ്ങുന്നു. അതും നഹാസിൻ്റെ ഡയറക്ഷനിൽ ആഫ്റ്റർ RDX. പിന്നെ അതിനകത്തൊരു ഭാഗമാകാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷം. അതിൽ ഹൈ എക്സ്പെക്ടേഷൻ. എത്രത്തോളം ദിവസം ഷൂട്ടിങ് കാര്യം? എത്ര ദിവസം ഷൂട്ട് കാര്യം? ഡേയ്സ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് എനിക്കറിയില്ല അതിൻ്റെ എക്സാക്ട്ലി ഡേയ്സ്. എനിക്കൊരു 10 ഡേയ്സോളം 10 to 12 ഡേയ്സോളം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ ആയിരുന്നു? അല്ലല്ലേ, ഞാൻ ട്രിവാൻഡ്രം. എന്ത് ജോണർ എന്താ പറയാൻ പറ്റുന്നത്? ഇതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. നഹാസ് എല്ലാം പറയും. വേഫെയറിൽ നിന്നും അതിൻ്റെ ഡയറക്ടർ നഹാസും എല്ലാം അപ്ഡേഷൻ എന്തായാലും. ഓക്കെ, വേറെ കാര്യം ചോദിക്കാൻ, അടുത്തത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമാണ് പെപ്പെ, കീർത്തി സുരേഷ്. ഷൂട്ട് കാര്യങ്ങളൊക്കെ അതിപ്പോൾ അടുത്ത മാസം തുടങ്ങും. അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ ജോണർ? ഫാന്റസി അങ്ങനത്തെ വലിയൊരു പരിപാടി? എല്ലാം പറയാം. അവർ ഞാനത് പറഞ്ഞത് ശരിയാവില്ലല്ലോ. അതിൻ്റെ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ അവർ എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ട്. പിന്നെ ഹാഫ് പ്രോയുടെ പ്രൊജക്റ്റില് ഐആം ഗെയിം എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? സെറ്റിലൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യും. എല്ലാവരും പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നന്നാവും. അത് ഭയങ്കര അവൻ ഭയങ്കര സ്വപ്നം കണ്ട് കുറേ നാൾ ആഗ്രഹിച്ചു വന്ന ഒരു പ്രോജക്റ്റാണ്.
നന്നാവും. ആത്മാർത്ഥതയോടെ ചെയ്യണ പടം. അല്ല ഹൈദരാബാദ് ആ ലൊക്കേഷനിൽ പോയിട്ടാണോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ അല്ല ഇവിടെ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലാണ്. ഫോട്ടോ എടുത്തായിരിക്കും. ഫോട്ടോ എടുത്ത് അല്ലേ? ഫോട്ടോ അവിടെ നിന്ന് പോയിട്ടാണ് ഇത്? അല്ല ഇവിടെ സ്റ്റുഡിയോയിലെടുത്ത്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? എങ്ങനെയുണ്ട്? ഭയങ്കര രീതിയിലാണ് DQന്റെ പ്രൊജക്ട് ഇപ്പോൾ 3 വർഷത്തോളമായി മലയാളികളെ വെയിറ്റ് ചെയ്ത് മലയാളം പടം എന്ന രീതിയിൽ. ഓക്കെ, ആദ്യത്തെ RDXന്റെ കീഴിലാണ് കിങ് ഓഫ് കോത്തൻ. അതേ RDXന്റെ ഡയറക്ടർ 3 വർഷം. നമുക്ക് നല്ലൊരു സിനിമ കാണാൻ എന്നുള്ള രീതിയിൽ പോയി ഭയങ്കര എക്സൈറ്റിങ്. കാരണം അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ആത്മാർത്ഥതയോടെ ഒരു ഗംഭീര സിനിമ ആവാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്നത്. ഞാനും എല്ലാവരും പോലെ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫാമിലിയുടെ കൂടെ പറഞ്ഞു ദുൽഖർ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നമ്മളോട് ഇങ്ങനെ സിനിമയെ പറ്റി ചോദിച്ചു, നെക്സ്റ്റ് പരിപാടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഓക്കെ. ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ 3 വർഷമായി എന്നാണ് ദുൽഖറിന്റെ ഒരു മലയാള ചിത്രം ഇറങ്ങിയിട്ട്. ഓണത്തിന് ഇനി ഐ ആം ഗെയിം ഇറങ്ങാൻ പോവുകയാണ്. ദുൽഖറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എത്രത്തോളം എക്സൈറ്റ്മെന്റ്? ഭയങ്കര സന്തോഷമാണ്. ഓണത്തിന് അതിന് ദുൽഖർ മാത്രമല്ല, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്. നഹാസ് ആണെങ്കിലൊക്കെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ആ പടം ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് അതിനെ പറ്റി എന്തെങ്കിലും പറയണമായിരിക്കും നല്ലത്. ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു ഷെഡ്യൂളോട് ബാക്കിയുണ്ട്. തല്ലുമാല പോലത്തെ ഒരു സിനിമയല്ല അത്, എൻറ്റയർലി ഡിഫറെന്റ് ഒരു സിനിമ. വരും, കണ്ടോ? പിന്നെ അടുത്ത പടത്തില് ദേവി ഉഗ്രരൂപിണി തന്നെ. ഇപ്പൊ ഈ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. ഒന്ന് ഖലീഫ, ഒന്ന് അയാം ഗെയിം. ഭയങ്കര എക്സൈറ്റഡ്. ഒത്തിരി പണിയുണ്ടല്ലോ, വർക്കിംഗ് ഉണ്ടല്ലോ. അയാം ഗെയിമിൽ എത്ര പാട്ട് പ്രതീക്ഷിക്കുക? എല്ലാം വരുന്നു. ചോദിക്കണെങ്കിലേ ഇപ്പൊ RDXയിലൂടെയാണ് മലയാളം ഇൻഡസ്ട്രിക്ക് വന്നത്. അപ്പോ എന്താണ് ഇനി മലയാളി പ്രേക്ഷകർ വൻ രീതിയിലാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ അപ്പൊ ഇനി മലയാളികൾ വീണ്ടും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണേ ഹാസിദായത്തിന്റെ അടുത്ത പ്രൊജക്ട് അയാം ഗെയിം. ആസ് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഓണത്തിൽ അയാം? എനിക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡെഫിനറ്റ്ലി നഹാസിന്റെ രണ്ടാമത്തെ സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് അവനെ അറിയാവുന്ന കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. 2, ഞാൻ ഭയങ്കര DQ ഫാനാണ്. DQന് വെയിറ്റിംഗ് ആണ്. അതിന് പാകമാണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലേ നഹാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നഹാസ് ഫസ്റ്റ് തന്നെ പരിഗണിക്കും, പറയാതെ തന്നെ പരിഗണിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ അത്തരം കഥാപാത്രങ്ങളെ ഉള്ളായിരുന്നു. ഞാനും പിന്നെ വേറൊരു പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മുന്നോട്ടുള്ള വഴികളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യും. പക്ഷെ വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ അയാം ഗെയിമിന്റെ പാർട്ടാണ്. അല്ല, അതിൽ സെറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എക്സൈറ്റ്മെന്റ്? ഇല്ല, ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് നഹാസിന്റെ അടുത്ത്. നഹാസ് ഭയങ്കര ഹാപ്പിയാണ്.